നായകനെ വറ്റാത്ത ജീവനദി പോലെ വന്നിടുക 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 വറ്റാത്ത ജീവനദി പോലെ വറ്റാത്ത ജീവനദി പോലെ ജീവനദിയെ ആത്മനായകനെ വറ്റാത്ത ജീവനദി പോലെ ജീവനദിയെ ആത്മനായകനെ വറ്റാത്ത ജീവനദി പോലെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവകൃപയാൽ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി മുട്ടുകളെ മടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുവിൻ. ഒരു മനുഷ്യൻ എന്നും വെളിച്ചത്തിൽ മാത്രമല്ല ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ. അവന് ഇരുട്ടിൻ്റെ സമയവും ജീവിതത്തിൽ വരാം. എപ്പോഴും നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ജീവിതമായാൽ പകലും വെളിച്ചവുമുണ്ട്, പകലും രാത്രിയുമുണ്ട്, ഇരുളും വെളിച്ചവുമുണ്ട്. ഇത് ഇടകലർന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പോൾ കൂരിരുളിൽ കൂടിയും അതിൻ്റെ താഴ്വരയിൽ കൂടിയും വെളിച്ചത്തിൽ കൂടിയും എല്ലാം നടക്കാനുള്ള സന്ദർഭം മനുഷ്യനുണ്ടാകും. എന്നാൽ ആ സമയമാകുമ്പോഴേക്കും, ഇരുട്ടിൽ കൂടി നടക്കേണ്ടി വരുന്ന സമയമാകുമ്പോഴേക്കും അവനെ ഇരുട്ട് പിടിക്കാതിരിക്കാൻ കർത്താവ് മാർഗം പറഞ്ഞു തന്നിരിക്കുകയാണ്. വെളിച്ചമുള്ള ഒരു സമയമുണ്ട്. നിങ്ങളെ വിളിച്ച് വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ തന്നെ ഇരുട്ടിൽ കൂടി കൊണ്ടുപോകില്ല. ഏറ്റവും ആദ്യമേ തന്നെ വെളിച്ചത്തിലാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നവൻ കാണുന്ന ക്രമം. മുൻപേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ വെളിച്ചമാകും. ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നാം. അപ്പം നമ്മൾ അന്ധകാരത്തിലായിരുന്നു, അത്ഭുത പ്രകാശത്തിലേക്കാണ് കടന്നു വന്നത്. അല്ലാതെ ഏറ്റവും ആദ്യം അതിൻ്റെ വിശ്വാസത്തിലേക്ക് വന്ന വഴി കർത്താവ് ഇരുട്ടിലേക്കല്ല കൊണ്ടുവന്നത്. അതൊരിക്കലും അങ്ങനെ ധരിക്കരുത്. ഇത് ഈ ആത്മീക ഇരുട്ടായി കിടന്ന ജനം, മനുഷ്യൻ, നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. അവിടുന്ന് കർത്താവ് വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമ്മെ ഏറ്റവും ആദ്യം കാണിച്ചത് വെളിച്ചമാണ്. അത് സുവിശേഷത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജാതികളോട് വെളിച്ചം അറിയിക്കും. സുവിശേഷം അറിയിക്കുന്നു എന്നുള്ളതല്ല, വെളിച്ചം അറിയിക്കുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. വെളിച്ചം എവിടെ നിൽക്കുന്നു? വെളിച്ചം സുവിശേഷത്തിൽ കൂടി, സുവിശേഷത്തിൽ കൂടിയാണ് വെളിച്ചം അറിയിക്കുന്നത്. എന്താണ് ആ വെളിച്ചം? അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതത്രേ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുക, അവൻ വെളിച്ചമായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ വെളിച്ചം ക്രിസ്തുവായിരുന്നു. ക്രിസ്തുയേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, ഒരു മനുഷ്യൻ ആദ്യം കാണുന്നത് വെളിച്ചമാണ്.
അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ട ആ ക്രമം ഒന്ന് നോക്കിയാൽ മതി. ഏറ്റവും ആദ്യമേ തന്നെ വെളിച്ചം കണ്ടു, ആത്മവിശുദ്ധിയിൽ വെളിച്ചത്തിൽ അവനെ കണ്ടു. 2, മൂന്നാമത്തത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തെ കണ്ടു. 3, അടുത്തത് കണ്ടതാണ്, നിങ്ങൾക്ക് പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കുത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നു. നമ്മുടെ കൂട്ടു സഹോദരനെ കണ്ടു. ഇങ്ങനെയാണ് നമുക്ക് കണ്ണു തുറന്നപ്പോൾ കിട്ടിയത്. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞിരിക്കുന്നത്, നീ പോയി സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുമ്പോൾ ഏറ്റവും ആദ്യം പ്രസംഗിക്കേണ്ടത് പാപമോചനം, രണ്ടാമത് പ്രസംഗിക്കേണ്ടത് വെളിച്ചത്തിലുള്ള അവകാശം. വെളിച്ചത്തിലുള്ള അവകാശത്തിന് കണ്ണു തുറക്കണം. ഇത് രണ്ടായിരിക്കും എൻ്റെ പ്രസംഗത്തിൻ്റെ മുഖ്യഭാഗം. ഏറ്റവും ആദ്യമേ തന്നെ പാപമോചനം. പാപങ്ങൾ മോചിക്കപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് വെളിച്ചം കാണും. വെളിച്ചം കണ്ടു കഴിയുമ്പോൾ അടുത്ത് കാണുന്ന വെളിച്ചത്തിൽ വസിക്കുന്നവനെ കാണും. മൂന്നാമത്തത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശം, സ്വർഗീയ യെരൂശലേമിനെ കാണും. നാലാമത്തത് ആ വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്കൊരു കൂട്ടു സഹോദരനുണ്ട്, അല്ലെങ്കിൽ കൂട്ടു സഹോദരങ്ങളുണ്ട്. അതാരാണെന്ന് കണ്ടെത്തണം. അങ്ങനെ ഒരുമിച്ചാണ് അത് കണ്ടെത്തുന്നത്. ഇത് ഇത്രയും കാര്യങ്ങൾ വെളിച്ചത്തിൽ കണ്ടവരാണ് ദൈവസഭയിൽ ഉള്ളവർ. ഇല്ലാത്തവരൊന്നും സഭയിൽ എത്തിച്ചേർന്നിട്ടില്ല. എന്തൊക്കെയോ കണ്ടു, വെളിച്ചം കണ്ടു, എന്തൊക്കെയോ അറിഞ്ഞു എന്നുള്ളതല്ലാതെ അവൻ അറിയേണ്ടതുപോലൊന്നും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെയും വചനമാണ്. അതെങ്ങനെ കാണുന്നു, അതൊക്കെയും വചനപ്രകാരം സൂക്ഷ്മതയോടെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. മനുഷ്യന് പാപം വന്നു കഴിഞ്ഞപ്പോൾ മറഞ്ഞതാണ് വെളിച്ചം. ആ പാപങ്ങളുടെ മോചനം സംഭവിക്കുമ്പോൾ വെളിച്ചം കാണും. പ്രാണൻ, ആത്മാവ് കാണും വെളിച്ചം. വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ വെളിച്ചത്തിൽ വസിക്കുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത് കർത്താവിനെയാണ്. വെളിച്ചത്തിൽ വസിക്കുന്നവനെ കാണും. മൂന്നാമത്തതാണ് വെളിച്ചത്തിലുള്ള നമ്മുടെ അവകാശം, സ്വർഗത്തിലുള്ള അവകാശം. അത് വെളിച്ചത്തിൽ കാണും. നാലാമത്തത്, ആ അവകാശം പ്രാപിക്കണമെങ്കിൽ ഒരാൾക്ക് തന്നെ കർത്താവ് അവകാശം കൊടുക്കില്ല. അങ്ങനെ വേദപുസ്തകത്തിലൊരു വ്യവസ്ഥയില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലാണ് നിങ്ങൾക്ക് അവകാശം. അപ്പം നമ്മൾ സ്വർഗത്തിൽ അവകാശം പ്രാപിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ചെന്നിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട്. ആ നിശ്ചയിച്ചിട്ടുള്ളവരുമായിട്ടാണ് ചെന്ന് അവകാശം പ്രാപിക്കുന്നത്. ആ നിശ്ചയിച്ചിട്ടുള്ളവരെ അന്ന് അന്വേഷിച്ചാൽ കിട്ടില്ല. ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അത് കണ്ണു തുറന്ന് അത് കണ്ടെത്തിയിരിക്കണം. അങ്ങനെ കണ്ടെത്തിയവരാണ് ഇന്ന് ദൈവത്തിൻ്റെ സഭയിൽ നിശ്ചയം പ്രാപിച്ചു മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ബാല്യം മുതൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ ഉറച്ചു നിൽക്കാം. ബാല്യം മുതൽ, ബാല്യത്തിൽ വരുമ്പോഴേ തന്നെ, വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. 50 വർഷം കഴിഞ്ഞിട്ട് ഇന്നും ഈ വിഷയത്തിൽ യാതൊരു കാര്യമില്ല, അറിയാത്തവരുണ്ട്. എന്നാൽ വചനം സ്പഷ്ടമായിട്ട് പറയുന്നു, പാപമോചനം ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വചനം സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നു യോബിൻ്റെ പുസ്തകത്തിൽ. ഇപ്പോൾ എൻ്റെ ജീവൻ വെളിച്ചം കാണും. ഞാൻ അകൃത്യം ചെയ്തു, നേരായുള്ളത് മറിച്ചു കളഞ്ഞവനാണ് ഞാൻ. തെറ്റ് ചെയ്തവനാണ്, കർത്താവിനോട് പാപം ചെയ്തവനാണ്. എന്നാൽ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നാണ്. എൻ്റെ പാപം മോചിച്ചു. ഇന്ന് എൻ്റെ ജീവൻ വെളിച്ചം കാണും. ഒരു മനുഷ്യ ജീവിതത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് പാപമോചനം പ്രാപിച്ചാൽ അവൻ വെളിച്ചം കാണും, എൻ്റെ ആത്മാവ്. അല്ലാത്തവനൊക്കെയും ഇന്നും ഇരുട്ടില്ല. രണ്ടാമത് ആ വെളിച്ചത്തിൽ കർത്താവിനെ കാണും. മൂന്നാമത്തത് അവകാശത്തെ കാണും. നാലാമത്തത് കൂട്ടവകാശിയെ കാണും. ഇത് നിഷേധിച്ചിട്ടോ, ഇത് ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞത് ഔദാര്യത്തിലോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ശരിയാണോ എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യത്തിൽ നോക്കി അത് ഉറച്ചു നിൽക്കുന്നവൻ സഭയിലുണ്ട്, ഇല്ലാത്തവൻ നിലനിൽക്കില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം വീണ്ടും പറയുകയാണ്,
മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ ക്രിസ്തുയേശു വെളിച്ചമാണ്. നിങ്ങളെ വന്നപ്പോൾ നിങ്ങൾ വെളിച്ചത്തിൽ കൂടിയാണ് നടത്തിയത്. വെളിച്ചത്തിൽ കൂടി നടത്തി എന്ന് പറഞ്ഞാൽ അവർ പോകേണ്ടുന്ന വഴിയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവരെ ദൈവത്തിൻ്റെ ആത്മാവ് കരം പിടിച്ച് നടത്തി വെളിച്ചത്തിൽ കൂടി. എന്നാൽ ഇരുട്ടിൻ്റെ സമയം വന്നു. ഇരുട്ടിൻ്റെ സമയം വന്നപ്പോഴേക്കും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത്രയും നാളും വെളിച്ചമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വെളിച്ചമില്ല. ഇത്രയും നാളും ഉണ്ടായിരുന്ന വെളിച്ചം എവിടെ പോയി? ഇപ്പോൾ അതില്ല. കാരണം ഇപ്പോൾ ഇരുട്ടിൻ്റെ സമയമാണ്. മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല. വചനം പറയുന്നത് അനേകരുടെ ജീവിതം അതോടുകൂടി തീർന്നു, നിന്ന് വിശ്വാസ ജീവിതം അവിടെ സ്റ്റോപ്പായി. എന്നാൽ കർത്താവ് വചനം പറയുന്നത് ആ ഇരുള് നിങ്ങളെ പിടിക്കില്ല. ആ ഇരുള് നിങ്ങളെ പിടിക്കില്ല. എങ്ങനെ? ഇത്രയും കാലം വെളിച്ചം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വെളിച്ചത്തിലാണ് നടന്നതെങ്കിൽ ഈ ഇരുട്ട് വെളിച്ചമായി ഇരുട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഇരുട്ട് നിങ്ങളെ പിടിക്കില്ല. അപ്പൊ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം. 12 മണിക്കൂർ വെളിച്ചം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വെളിച്ചത്തിൽ നടന്നിരുന്നെങ്കിൽ 13ാമത്തെ മണിക്കൂറിൽ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ തെറ്റെവിടെ? ഇവിടെ കഴിഞ്ഞ ദിവസം കറണ്ട് പോയിട്ട് കുറേ സമയം അങ്ങ് പോയി. ഇവിടെ മൊബൈല് വർക്ക് ചെയ്യുന്നതിനോ വിളിക്കുന്നതിനോ അത് കണക്ട് ചെയ്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം അതിനു മുമ്പേ തന്നെ അവിടെ ചാർജ് ചെയ്തും അതെല്ലാം സംഭരിച്ചും ഇത് വെച്ചിരുന്നു. അറിഞ്ഞില്ല. കുറേ കഴിഞ്ഞപ്പോഴേക്കും കറണ്ടും വന്നു. പോയതും അറിഞ്ഞില്ല. കറണ്ട് വന്നതൊന്നും ഇവിടെ ആരെയും ബാധിച്ചില്ല. ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇത് ദുഷ്കാലമാണ്. നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇന്നുവരെ ഉണ്ടാകാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ഇപ്പോഴും കൂരിരുട്ടായിട്ടില്ല. സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ടാവുന്നു, കൂരിരുട്ടാവുന്നു. ഇതിന് പല ഘട്ടങ്ങളുണ്ട്. അല്പം ഒരു മങ്ങൽ വന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ കൂരിരുട്ട് ഇവിടെ ദൂരെ ആയിട്ടില്ല. എന്നാൽ കൂരിരുട്ടിൻ്റെ അനുഭവം വരും. കർത്താവിന്റെ വചനം പറയുന്നത് അന്ന് വഴിമുട്ടിപ്പോകാതിരിക്കണമെങ്കിൽ അനേകരുടെ വിശ്വാസ ജീവിതം അതോട് തീർന്നു. അനേകരുടെ വിശ്വാസ ജീവിതം അതിനോടുകൂടി തീർന്നു. കൂരിരുട്ടിൻ്റെ അനുഭവം വന്നതോടുകൂടി അനേകരുടെ വിശ്വാസം തീർന്നു. ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് 2 ശിഷ്യന്മാർ യെരൂശലേമിൽ ഇത്രയും നാളും കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിനോട് ഭക്ഷിച്ചു, പാനം ചെയ്തു, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കണ്ടു, കർത്താവിൻ്റെ പ്രവൃത്തികളൊക്കെയും നേരിട്ട് കണ്ടു, അത് അനുഭവിച്ചു, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ ഒരു ദിവസം കർത്താവ് പറഞ്ഞു തോന്നുന്നു അത്ര ശ്രദ്ധിച്ചില്ല. വരാനിരിക്കുന്ന കഷ്ടാനുഭവമുണ്ട്. മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ കർത്താവ് പറഞ്ഞതാ. അതൊന്നും ശ്രദ്ധിച്ചില്ല. ബാക്കിയുള്ള എല്ലാത്തിനും പങ്കുകൊണ്ടു, എല്ലാ കാര്യത്തിലും പങ്കുകൊണ്ടങ്ങ് പോകുന്നു. ഒരു ദിവസം കർത്താവിനെ ക്രൂശിച്ചു, കൊണ്ടുപോയി അടക്കി. സ്വന്തം കണ്ണുകൊണ്ട് തന്നെ അടക്കിയ കല്ലറ കണ്ടു. ഇനി എന്നാ പ്രതീക്ഷ? ശരി, നമുക്ക് പോവാം. അവർ രണ്ടുപേരും യെരൂശലേം വിടാൻ പോവുക. ഇത്രയും കാലം അനുഭവിച്ചതൊക്കെയും വിട്ട് ഇരുട്ടിൻ്റെ അനുഭവം അവരെ പിടിച്ചിരിക്കുക. അവർ സ്വന്തം വഴികളിലേക്ക് പോയി. വഴിയിൽ വെച്ച് കർത്താവ് കണ്ട് ചോദിച്ചു, നിങ്ങളെന്താണ്, എവിടെ പോകുന്നു? അവർ വാടിയും മുഖത്തോടെ നിന്നു. എന്നാ പറ്റിയേ? അവർ പറഞ്ഞു, ഞങ്ങൾ ഒരാളെ വീണ്ടെടുപ്പുകാരനായിട്ടും രക്ഷകനുമായിട്ടൊക്കെ വിചാരിച്ചിരുന്നതാണ്. ആ ആൾ മരിച്ചു. മാത്രമല്ല ഇന്ന് 3 ദിവസം കഴിഞ്ഞു. അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നു. കല്ലറയെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഞങ്ങളത് കാരണം പോവുകയാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോവുക, എമ്മോസിലേക്ക് പോവുക. അപ്പോൾ ഇത്രയും കാലം യെരൂശലേമിൽ നിന്നത്
വെറുതെ. കർത്താവ് പറഞ്ഞു, അല്ലയോ മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. കർത്താവ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് അവരുടെ ബുദ്ധി തെളിഞ്ഞത്. അതാണ് സ്വന്തം ദൈവം അവരെ തിരിച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത് നമുക്ക് വെളിച്ചം വരുമ്പോൾ ഓർത്തുകൊള്ളണം. എന്തോരം വെളിച്ചം, എന്ത് ശക്തമായ വെളിച്ചമാണ്. കർത്താവ് പറയുന്നു, വെറുതെ കർത്താവ് ഒരു ആവശ്യമില്ലാതെ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുന്നവനല്ല. നിശ്ചയമായിട്ടും ഓർത്തുകൊള്ളണം, നിശ്ചയമായിട്ടും. കാരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ നന്മയ്ക്ക് ഇങ്ങനെ സമൃദ്ധി വരേണ്ട കാര്യം എന്താ? ഇങ്ങനെ സമൃദ്ധി വരേണ്ട കാര്യം 7 വർഷം മിസ്രൈമിൽ കൃഷി അങ്ങ് വിളഞ്ഞു എന്ന് പറഞ്ഞാൽ അതുപോലൊരു വിളവ് അവരുടെ ആയുഷ്കാലത്ത് ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുപോലൊരു വിളവാണ്. സമൃദ്ധി, എവിടെയും സമൃദ്ധി. കൂടുതൽ സമൃദ്ധി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അപകടവും ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ മുഴുവൻ. പക്ഷേ യോസേഫ് എന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യോസേഫ് ആ പ്രവചനം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കൃഷി ഇഷ്ടം പോലെ പറയുന്നു. ഒരു 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 കൃഷിയാണെങ്കിൽ വേണ്ടില്ല, 1 അല്ല 2 അല്ല 3 4 5. അപ്പോൾ ഇത് സാധാരണയായി 7 വർഷത്തെ വിളവ് ഇങ്ങനെ വിളഞ്ഞതോടുകൂടി മണ്ണ് പോലെയായി. നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടു, ഒരു സ്ഥലത്ത് എത്രയാ, വടക്കേന്ത്യയിൽ എത്രയോ ടണ്ണ് കൃഷി അവർ നശിപ്പിച്ചു കളഞ്ഞു. കൃഷി അല്ല, വിത്ത് കിട്ടിയ ധാന്യം അവർ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞ ഒരു അനുഭവം അവിടെ ഉണ്ടാകാനിടയായി തോന്നി. എന്താണ് അതിൻ്റെ കാരണം? അവന് സമൃദ്ധിയാ. ഭക്ഷണം കഴിക്കാനുള്ളത് ആവശ്യമുണ്ട്. ഒരു 2 നേരം കഴിക്കാനുള്ളത് കഴിയാൻ വയ്ക്കാം. പിന്നെ കഴിക്കാൻ പറ്റുമോ? ഇല്ല, പിന്നെ അത് കഴിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതിലും സ്വരുക്കുട്ടി വയ്ക്കാതെ ഇതെല്ലാം കഴിച്ചിട്ടും പിന്നെയും ഉണ്ടാവുകയാണെങ്കിൽ തീർന്നു, പിന്നെ അതിന് വിലയില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയല്ല. ദൈവം സമൃദ്ധി തരുമ്പോൾ ഓർത്താൽ മതി. ദൈവം സമൃദ്ധി തരുമ്പോൾ ഓർത്താൽ മതി. നിശ്ചയമായിട്ടും ഇതിന് ഞാൻ എവിടെയോ കണക്ക് പറയേണ്ടതാണ്. ഇത്രമാത്രം കർത്താവ് എനിക്ക് സമൃദ്ധി തരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് ഒരു സമൃദ്ധി കർത്താവ് ഒരു ഞാൻ കണക്ക് പറയേണ്ട ഒരു അവസരം കർത്താവ് വെച്ചിട്ടുണ്ട്. 7 വർഷം വിളഞ്ഞു. അതിലെ നല്ലൊരംശം എടുത്ത് അവർ ശേഖരിച്ചു വെച്ചു. അവരുടെ സ്റ്റോറിൽ കൊണ്ടുപോയി, സംഭാവന നഗരത്തിൽ കൊണ്ടുപോയി സ്വരുക്കൂട്ടി വെച്ചു. 7 വർഷം കഴിഞ്ഞു, കാര്യങ്ങൾ മാറി. 7 വർഷം കഴിഞ്ഞു, 1-2 വർഷം, പിന്നെ 1 വർഷം വിളഞ്ഞില്ല, പോട്ടെ, ധാന്യം ഇഷ്ടം പോലെ. 2 വർഷമായി ഭൂമിയിൽ ധാന്യം വിളയുന്നില്ല, ക്ഷാമമായി. 3-ാമത്തെ വർഷമായി, 4-ാമത്തെ വർഷമായി. അതിനെഴുതിയിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന സമൃദ്ധിയൊക്കെ അവർ മറന്നുപോയിരുന്നു. ഇങ്ങനെ സമൃദ്ധമായിട്ട് ഒരു ജീവിച്ചിരുന്നത്, കൃഷി ഉണ്ടായിരുന്നതായ ഒരു സ്ഥലമാണിതെന്ന് അവർ മറന്നുപോയെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അന്നുണ്ടായത് ഇന്ന് അത് മറക്കാത്തത് ആരാ? ഭൂമിയിലുള്ള മനുഷ്യർ എല്ലാവരും മറന്നു, പക്ഷെ ഇവർ മാത്രം മറന്നില്ല. ഈ രാജ്യത്ത് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രമാത്രം സമൃദ്ധി ഉണ്ടായിരുന്നു എന്ന് ഇവർ മറന്നിട്ടില്ല. ആര്? ഫറവോന്റെ രാജ്യത്തുള്ളവരും മിസ്രൈമിലുള്ളവർ മറന്നിട്ടില്ല. അതെന്താ കാരണം? അതെന്നേക്കും ഓർമ്മയിലിരിക്കാൻ തക്കവണ്ണം സമൃദ്ധിയുണ്ടായിരുന്ന സമയത്ത് ധാന്യം മാറ്റിവെച്ച് ശേഖരിച്ചത് അവരുടെ ദൃഷ്ടിയിലുണ്ട്. ആ 7 വർഷവും
അവർ ആ 7 വർഷത്തെ ധാന്യം കൊണ്ട് ഉപജീവിച്ചു. 8ാമത്തെ വർഷം കൃഷി നന്നായിട്ട് വിളഞ്ഞു. കഴിഞ്ഞ 7 വർഷം എങ്ങനെ ജീവിച്ചു? അതിന് മുമ്പ് 7 വർഷത്തിന് മുൻപ് ഇവിടെ സമൃദ്ധിയായിട്ടുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ആലോചനയും പ്രകാരം യോസേഫിൽ കൂടി ആലോചന വെളിപ്പെട്ടത് ഫറവോനും അവൻ്റെ രാജ്യവും അംഗീകരിച്ച് അന്നുണ്ടായ സമൃദ്ധിയിൽ നിന്ന് വരാനിരിക്കുന്ന ക്ഷാമം 7 വർഷമായിരിക്കുമെന്നും അത് ഏറ്റവും കഠിനമായിരിക്കുമെന്നും മുൻകൂട്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജനം അതിനെ ശേഖരിച്ച് വെച്ചുകൊണ്ട് ക്ഷാമത്തെ നേരിട്ടു. ഒരാൾ പോലും ക്ഷാമം കൊണ്ട് നശിച്ചതായിട്ട് നാം പഠിക്കുന്നില്ല. അവർ ആ 7 വർഷത്തെ ജീവിച്ചു. ഇതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. വിശ്വാസത്തിലേക്ക് വന്നാൽ നിശ്ചയമായിട്ട് ആദ്യമേ ഭയങ്കര സന്തോഷമാണ്. കാരണം വെളിച്ചത്തിൽ നടക്കുകയാണ്. എവിടെ പോയാലും വെളിച്ചമാണ്. അന്ധകാരത്തിൽ നടന്ന ജനം അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. അത് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് യാതൊരു തരത്തിലുള്ള മുൻപുണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ഇരുട്ടിന്റെ കാലമൊക്കെ മറന്നുപോയി. പണ്ടൊക്കെ അങ്ങനെ നടന്നല്ലോ എന്നോർത്ത് ലജ്ജയുണ്ടാകുന്നുണ്ട്. ഇന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം എന്താ സുഖം, എന്താ സന്തോഷം, വെളിച്ചം മാത്രമാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താ അറിയാമോ? വെളിച്ചം ഉള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. എങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്നത്? ഒരാൾ വെളിച്ചത്തിൽ നടക്കുക അല്ലെങ്കിൽ ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വചനം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹോദരനെ പകയ്ക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇന്ന് ഇവളെ എവിടെ നടക്കുന്നു? ഇരുട്ടിൽ നടക്കും. പിന്നെ ഇരുട്ടിന് നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളിയായിത്തീരരുത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളുണ്ട്. ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതിനെയാണ് ഇരുട്ട് നടക്കുക എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചന പ്രകാരം വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തിൻ്റെ ഫലമുണ്ട്. നീതി, സത്യം, ദയ, കരുണ, വിശ്വസ്തത മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലഭിച്ച വെളിച്ചത്തിൽ ഈ കാര്യങ്ങളിൽ, അതായത് ന്യായം, കരുണ, വിശ്വസ്തത എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് അതിൽ കൂടി നടക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കും. ഇതിൽ കൂടി നടന്നു വന്നവന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വന്നതുപോലെ അവനും ഇരുട്ട് വന്നു. പക്ഷെ അവൻ്റെ വെളിച്ചം കെട്ടുപോയില്ല. അവൻ്റെ വെളിച്ചം കെടില്ല. 7 വർഷം കഴിഞ്ഞപ്പോൾ പാടത്ത് നോക്കിയപ്പോൾ, വയലിൽ നോക്കിയപ്പോൾ, 7 വർഷം കഴിഞ്ഞപ്പോൾ വയലിൽ നോക്കിയപ്പോൾ എന്താ അറിയാമോ? മുളച്ചു വന്നിരിക്കുന്നത് വെറും കതിര്, വെൺകതിര്, വെറും പതിര്. ഒരു കൊയ്ത് മുറ്റത്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ കൊള്ളില്ല. മുറ്റത്ത് കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത തരത്തിൽ അത്രമാത്രം കേടായിപ്പോയ നെല്ലാണ്, ആ കൃഷിയാണ്. പക്ഷെ അവർക്ക് ധൈര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിൽ ഇരിപ്പുണ്ട്, ഗോഡൗണിൽ ഇരിപ്പുണ്ട്. 7 വർഷത്തേക്കുള്ള വിത്തും ധാന്യവും ഗോഡൗണിൽ ഇരിപ്പുണ്ട്. ഇത് എത്ര വർഷം? 7 വർഷം പോയി കഴിഞ്ഞാലും ആ 7 വർഷം തന്നെ ചെയ്യാനുള്ള വിത്ത് ഗോഡൗണിൽ ഇരിപ്പുണ്ട്. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അവൻ വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അതിൽ നീതി പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ന്യായപ്രമാണത്തിൽ ഏറ്റവും ഖരം കൂടിയ 3 കാര്യങ്ങളാണ്: ന്യായം, കരുണ, വിശ്വസ്തത. ഈ വെളിച്ചത്തിൽ കൂടി അവൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് കൂരിട്ട് അവന് വരുമ്പോൾ അവന് ബാധിക്കില്ല. കാരണം എന്തുകൊണ്ട് ബാധിക്കില്ല? കർത്താവസ്ഥ നമ്മൾ ഉദാഹരണം പഠിച്ചു. 7 വർഷം ധാരാളം ധാന്യം ഉണ്ടായി. അതിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ചു. ഭൂമി വിളയാതെയായി ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ മാറ്റിവെച്ചതെടുത്ത് ഭക്ഷണം കഴിച്ചു. എന്നാൽ വെളിച്ചത്തിൽ നടക്കുന്നവൻ്റെ ഇരുട്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ
അവൻ എങ്ങനെ വെളിച്ചം കാണുന്നു? കർത്താവിന്റെ സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഒരു മനുഷ്യൻ കർത്താവ് അവന് വെളിച്ചത്തിൽ നടക്കാൻ എത്ര സമയം കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിച്ചോളണം. ഒരു ബാറ്ററി അത് കറണ്ട് ചാർജ് ചെയ്യാനായിട്ട് എത്ര മണിക്കൂർ വേണം എന്നുള്ളതിന് കണക്കുണ്ട്. 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, ഇങ്ങനെ പല കണക്കിലാണ്. 5 മണിക്കൂർ കൊണ്ടാണ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ളതെങ്കിൽ 5 മണിക്കൂർ കറണ്ട് ഉണ്ടെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് പോയാലും അത് പിന്നെ വർക്ക് ചെയ്തു. ഇതുപോലെയാണ് ദൈവം നമ്മെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വെളിച്ചത്തിൽ നടക്കാൻ, അതായത് നീതിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് 2 വർഷമാണെങ്കിൽ അല്ലെങ്കിൽ 3 വർഷമാണെങ്കിൽ ആ 3 വർഷം വെളിച്ചത്തിൽ നടന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 3 വർഷം ഇരുട്ടാണെങ്കിൽ ഈ 3 വർഷം കൊണ്ട് ഈ 3 വർഷം നീതിയിൽ ജീവിച്ച് അവൻ അടുത്ത 3 വർഷം അവൻ മുമ്പോട്ട് പോകാനുള്ള പ്രകാശം അവനിൽ നിന്ന് തന്നെ ഉണ്ടാവും, പുറത്തുനിന്ന് വരണ്ട. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇവിടെ നിന്ന് ഇത്രയും കാലം വിശ്വാസം വന്നതിന് ശേഷം ഇന്നുവരെയും ഉണ്ടാകാത്ത ചില ഘട്ടങ്ങൾ കൂടി അപ്പോൾ കടന്നു പോകുന്നത്. പല ഇടങ്ങളിലും, പല സ്ഥലങ്ങളിലും, പല സഭകളിലും ഒരു കൂട്ടായ്മയ്ക്ക് ഇടമില്ലാതെ, പ്രാർത്ഥനയ്ക്ക് സഹായമില്ലാതെ അനേകര് സഹോദരങ്ങളെ ഒന്ന് കാണാൻ, സഹോദരങ്ങളെ ഒന്ന് കണ്ട് ഒരു ജീവൻ പ്രാപിക്കാൻ, സന്തോഷിക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന് പലരും പല ഇടങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കർത്താവ് പറഞ്ഞത് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി, വെളിച്ചമുള്ളിടത്തോളം തങ്ങൾക്ക് വെളിച്ചത്തിൽ ജീവിക്കാൻ കർത്താവ് അവസരം തന്ന സമയത്ത് വെളിച്ചത്തിൽ കൂടി കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഇരുളൊന്നും അവർക്ക് ബാധകമല്ല. കാരണം അവർ തന്നെ പ്രകാശമാണ്. അവർ മുഖാന്തരം അനേകർ വെളിച്ചം കാണുകയാണ്. ശലോമോനോട് ദൈവത്തിന്റെ ആലയം പണിയാൻ പറഞ്ഞു. ശലോമോൻ പണിതു. വചനം പറയുന്നത് തുടങ്ങിയപ്പോഴേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ശലോമോനെ, ഈ ആലയം പൂർത്തിയാകുന്നവരെയും യഹോവ നിന്നെ കൈവിടിയില്ല. വാക്ക് പോലെ തന്നെ നടന്നു. ശലോമോൻ ആലയം പണി തീരുന്നതുവരെയും ദൈവം കൈവിട്ടില്ല. ആലയം പണി തീർന്നു. ശലോമോൻ ഇച്ചിരി പ്രായമായി. അപ്പോഴേക്കും ശലോമോൻ തെറ്റിപ്പോയി. കാരണം എന്താ? ശലോമോൻ കല്യാണം കഴിച്ചിരുന്ന അന്യ സ്ത്രീകൾ, അന്യജാതിക്കാരുടെ സ്ത്രീകൾ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അവൻ ശലോമോനെ വശീകരിച്ചു കളഞ്ഞു. അപ്പോൾ ശലോമോന്റെ ഇത് എവിടെ നിന്ന് സമ്പാദിച്ചു? ഈ അന്യജാതിക്കാരുടെ സമ്പാദിച്ചു എവിടെ നിന്ന്? ഈ ആലയം പണി ഒരു വശത്ത് നടക്കുമ്പോഴും ശലോമോൻ ഇപ്പുറത്ത് വേറെ വഴിയുണ്ടായിരുന്നു. അത് വെളിച്ചത്തിന്റെ അല്ലായിരുന്നു. ആലയം പണി വെളിച്ചത്തിൻ്റെയാ. അത് ദൈവത്തിന്റെ സഹായത്തോടെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് നീതിയിൽ ജീവിച്ചിരുന്നെങ്കിൽ വാർദ്ധക്യകാലത്ത് പൂർണ്ണ സമാധാനത്തിൽ ദൈവത്തോട് ചേരാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. വെളിച്ചമുള്ളിടത്തോളം തനിക്ക് ഇഷ്ടമുള്ള പോലെ നടന്നു. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ആലയം പണി തീർന്നപ്പോൾ കർത്താവിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ശലോമോന്റെ കാര്യമാണ്. ശലോമോൻ ഇതിനു മുമ്പ് ചെയ്തത് എന്തുണ്ട് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് ചെയ്തത് മുഴുവനും ദോഷമാണ്. അന്യജാതിക്കാരുടെ വിവാഹം കഴിച്ച് അവരുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതം വഷളാക്കി കളഞ്ഞു. അശേര പ്രതിഷ്ഠകളെ പ്രതിഷ്ഠിച്ചു, വിഗ്രഹങ്ങളെ ആരാധിച്ചു, അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞു മുതലായിട്ടുള്ള കുറ്റങ്ങളാണ്. അവസാനം വഴിതിരിഞ്ഞു പോയി. രാജത്വം ശിഥിലമായി പോയി. രാജത്വം മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെയായിരുന്നു. ഇതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രകാരം ഇന്ന് കൂരിട്ടായിട്ടില്ല. ശകല ഒരു ഇരുട്ടിന്റെ ഭാഗമൊക്കെ വന്നിട്ടുള്ളൂ. ആരാധന തുടങ്ങിയെന്നുള്ളൂ. ശകല ഒരു ഇരുട്ടിന്റെ ഭാഗമൊക്കെ വന്നിട്ടുള്ളൂ. എന്നാൽ ഇതാ കൂരിട്ടിലേക്ക് വരിക. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇനിയും സമയമുണ്ട്. വെളിച്ചം അസ്തമിച്ച് പോയിട്ടില്ല. ഈ അസ്തമിച്ച് പോകുന്നതിന് മുമ്പ് കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് വെളിച്ചത്തിൽ നടന്നുകൊള്ളുക. വരാനിരിക്കുന്ന കൂരിട്ടിനെ അതിജീവിക്കാൻ അത് മതി. കാരണം ദൈവത്തിൻ്റെ മക്കൾക്കുള്ള പ്രത്യേകതയാണ്. ക്രിസ്തുയേശു മുമ്പേ അവർ ഇരുളായിരുന്നു. ഇരുളിൽ വന്നവൻ
കർത്താവ് നടത്തുന്ന വഴികളിൽ കർത്താവ് കൽപ്പിക്കുന്ന സമയത്തോളം വെളിച്ചത്തിൻ്റെ വഴികളിൽ നടന്ന് ഫലം കായ്ച്ചാൽ ഇരുട്ട് വരുമ്പോൾ അവർ തന്നെ പ്രകാശമായി തീരും. അത് ദൈവത്തിൻ്റെ സഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ്. ക്രിസ്തുയേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചം. നിങ്ങളുടെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കിക്കൊള്ളുക. നിങ്ങളുടെ വെളിച്ചം ഇരുളായാൽ ആ ഇരുളത്ര വരും. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നുവല്ലോ. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. നമുക്ക് മറ്റൊരാളിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഇതാ ഇന്ന് ഇരുട്ടിൻ്റെ അനുഭവം വന്നു തുടങ്ങി. മുമ്പോട്ട് പോകാൻ തടസ്സങ്ങൾ വന്നു തുടങ്ങി. ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകുന്നതിന് പലർക്കും തടസ്സം നേരിടുന്നു. നിയമങ്ങൾ വിരുദ്ധമാകുന്നു. ആരാധനയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ കർത്താവ് പറയുകയാണ്, ഒരിരുട്ട് നിങ്ങളെ പിടിക്കില്ല, ഒരിരുട്ട് നിങ്ങളെ പിടിക്കില്ല. ഇതാ നിങ്ങൾക്കിരുട്ട് വെളിച്ചം അനുവദിച്ചിടത്തോളം നിങ്ങൾ ആ വെളിച്ചത്തിൽ നടന്നോ, ഇരുട്ട് നിങ്ങളെ പിടിക്കില്ല. അത് ദൈവം ഗ്യാരണ്ടി പറയാം. കർത്താവിന്റെ സ്തോത്രം. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഭാഗവും കൂടി നമുക്ക് ചിന്തിച്ച് കർത്താവിൽ പ്രാർത്ഥിക്കാം. നാം ഇന്ന് തോപ്പുംപടി കണ്ണമാലി ചെല്ലാനും അങ്ങനെയുള്ള ആ ഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം അവിടെ സന്ദർശിച്ച് ദൈവത്തിൻ്റെ ഒരു കൂട്ടം ജനം അവിടെ ഉണ്ട് എന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുകൊണ്ട് അതിൽ നാം ശ്രദ്ധ വെച്ച് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പാകെ എപ്പോഴും ഉണ്ടാകണം. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരാളെ ഒരു ദേശത്തു നിന്ന് വിശ്വാസത്തിലേക്ക് വിളിക്കുമ്പോൾ, തെറ്റിപ്പോയാൽ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യിക്കുമ്പോൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങൾ വരുമ്പോൾ അവനോട് രഹസ്യമായിട്ട് സംസാരിക്കാറുണ്ട്. രഹസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ, ഈ ദേശത്ത് നിന്ന് ഒരാൾ വേർതിരിക്കണം. ദൈവം കണ്ടിട്ടുള്ളവനാണ്. അത് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ആളാണ്. അങ്ങനെ അയാളെ വേർതിരിക്കണമെങ്കിൽ ദൈവം ഒരു ദിവസം ചെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമല്ല. ഏറ്റവും ആദ്യമേ തന്നെ അവനെ രഹസ്യമായിട്ട് സന്ദർശിക്കും. രഹസ്യമായിട്ട് സന്ദർശിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കും, ഈ ലോകത്ത് ജീവിച്ചവന് മതിയായിട്ടുണ്ടെങ്കിൽ ഈ ലോകം ജീവിതം കൊണ്ട് തൻ്റെ പ്രാണൻ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അവൻ മനസ്സിലാക്കിയിട്ടൊരു സമയമാണെങ്കിൽ കർത്താവിനെ വിശ്വാസത്തിലേക്ക് വിളിക്കും. അങ്ങനെയാണ് കർത്താവ് ഒരു മനുഷ്യനെ കണ്ടത്, നഥനയേലിനെ. നഥനയേല് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് നഥനയേൽ വന്നിട്ടില്ല. പക്ഷേ ആ ദേശമൊക്കെയും കർത്താവ് അന്വേഷിക്കുന്നുണ്ട്.
കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നത്. കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും അന്വേഷിച്ചാൽ പരസ്യമായിട്ടല്ല അന്വേഷിക്കുന്നത്, രഹസ്യമായിട്ട്. ഹൃദയത്തെ നോക്കുന്ന ദൈവം രഹസ്യമായിട്ട് അന്വേഷിച്ച് വരുമ്പോൾ ഇവൻ അത്തിയുടെ ചോട്ടിലിരിക്കുന്നു. അത്തിയുടെ ചോട്ടിലിരിക്കുമ്പോൾ ഇവൻ്റെ ചിന്താഗതികൾ, ഇവൻ്റെ നിരൂപണങ്ങൾ കർത്താവ് കണ്ടതിന് ശേഷം മനസ്സിലായി ഇവൻ രക്ഷയ്ക്കുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. രക്ഷയ്ക്കുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവനാണെന്ന് കർത്താവ് മനസ്സിലായി. കർത്താവ് അവൻ ആ കാര്യങ്ങൾക്കുള്ള ക്രമീകരണം ചെയ്തേച്ച് പോന്നു. അടുത്ത ദിവസം തൻ്റെ ശിഷ്യന്മാരൊരാൾ ഒന്ന് പറഞ്ഞു, നഥനയേലിനോട് പറഞ്ഞു, ഇതാ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ. അവൻ നഥനയേൽ ചോദിച്ചു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അവിടെ നസർ ഒരു നന്മയ്ക്ക് വേണ്ടി കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഇപ്പോൾ നഥനയേൽ. ലോകത്തുള്ള നന്മയല്ല, അവൻ മറ്റു ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എളിയവരുടെ പീഡയും ദരിദ്രന്മാരെ ദീർഘശ്വാസം നിന്ന് ഞാനിപ്പോൾ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ ഞാൻ അതിലാക്കുമെന്ന് അരുളി ചെയ്തിട്ടുള്ള ദൈവം അവനെ കണ്ടിരിക്കുന്നു. അടുത്ത ദിവസം ശിഷ്യന്മാർക്ക് കൂടി നഥനയേൽ വരുമ്പോൾ അവനെക്കുറിച്ച് യേശു സാക്ഷ്യം പറഞ്ഞു. അവനെക്കുറിച്ച് യേശു സാക്ഷ്യം പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. നഥനയേലിനെ കുറിച്ച് ഇത്ര ശ്രേഷ്ഠമായൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ നഥനയേൽ പറഞ്ഞു, ഗുരു, നീ എന്നെ എവിടെ വെച്ചറിയും? എന്നിൽ കപടമില്ല എന്നും ഞാൻ സാക്ഷാൽ ഇസ്രായേലിനാണെന്നൊക്കെ നീ എങ്ങനെ അറിയും? കർത്താവ് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. കർത്താവ് സ്തോത്രം. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു ദേശത്ത് നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ വിടുവിക്കണമെങ്കിൽ ഏറ്റവും ആദ്യമേ തന്നെ തനിക്കുള്ളവരായിരിക്കണം അത് അന്വേഷിക്കുന്ന. ഒന്നാമത്തെ കാരണം അതാ, ഒന്നാമത്തെ ആ ദേശത്ത് തനിക്കുള്ളവരുണ്ടായിരിക്കണം. രണ്ടാമത്തത്, തനിക്കുള്ളവരുണ്ടായാലും പോരാ, അവർ ഈ ലോകത്തെ ജീവിതം കൊണ്ട് പ്രയോജനമില്ലാന്ന് മനസ്സിലാക്കി ലോകത്തെ വിട്ടവരായിരിക്കണം, അല്ലെങ്കിൽ വിടാൻ റെഡിയായിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൽപ്പെട്ട് നശിക്കാതവണ്ണം രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കണം ചിലത്. നമുക്കത്രേ ഉള്ളൂ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ആ വചനം ചിന്തിക്കുന്നത്. ഇന്ന് ആ ദേശത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് സുവിശേഷം പറയുമ്പോൾ ഭാഗ്യം, എൻ്റെ പ്രാർത്ഥനയുടെ മിടുക്കും എൻ്റെ പ്രസംഗത്തിൻ്റെ മിടുക്കും എന്ന് കുറച്ച് പേര് വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ കരുതണ്ട. വ്യവസ്ഥ പ്രകാരം വിശ്വാസത്തിലേക്ക് വരുന്നവർ അങ്ങനെ, അല്ലാതെ വരുന്നവരുണ്ട്. പെര വയ്ക്കാൻ കാശ് കൊടുത്തും ഭയങ്കര ബുദ്ധിയും കാണിച്ചും പല കാര്യങ്ങളിൽ കൂടിയെല്ലാം അവരെ സഹായിച്ചും ആകർഷിച്ചും എല്ലാം പലതരത്തിൽ കൊണ്ടുവരുന്നവരുണ്ട്. കെണി വെച്ച് പിടിച്ച് കൊണ്ടുവരുന്നവരുണ്ട്. അതിൻ്റെ കാര്യമല്ല, അതൊക്കെ കുറെ കഴിയുമ്പോൾ സഭയ്ക്ക് തലവേദനയല്ലേ. ഇതങ്ങനെയുള്ള അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ദൈവം കണ്ടിട്ടുള്ളതായിരിക്കണം ഒന്ന്. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ സമയമായിരിക്കണം. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിത്തോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന തക്ക സമയത്ത് തന്നെ വചനം വെളിപ്പെടുന്ന ദൈവം. തക്ക സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ ദൈവം കണ്ടിട്ടുള്ളവനാ. ബാല്യം മുതൽ ഓടി 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 വിഷമിച്ചു 10 പൈസ സമ്പാദിക്കാനും പറ്റണില്ല. എവിടെ ചെന്നാലും ഒരു ഗതിയില്ല. അന്നേരം നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. കൂട്ടുകാരൻ പണിയെന്നു വെച്ച് കഴിഞ്ഞാൽ കളവും കൊള്ളയും കവർച്ചയാണ്. കൂടെ കൂടി, കാരണം വലിയ അധ്വാനം ഇല്ലാതെ പൈസ കേട്ടാലോ, കൂടെ കൂടി കളവ് തുടങ്ങി. നല്ലൊരു നിലയിൽ കാര്യങ്ങളൊക്കെ പോയി. ഒടുവിൽ അതും ശരിയായില്ല, പിടിക്കപ്പെട്ടു. വന്ന് കവർച്ചയിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അത്രമാത്രം ഒരു തെറ്റ് ആ മനുഷ്യൻ ചെയ്തിട്ടെന്ന് ഓർക്കണം. ദൈവം കണ്ടിട്ടുള്ളവനാ. തൂക്കിയത് കൂടെ തൂക്കിയതാരാ? കർത്താവിനോട് കൊടുത്ത് അങ്ങ് തൂക്കി കിടക്കുക. രണ്ടുപേരും കിടക്കുക. നോക്കിയപ്പോൾ
കർത്താവ് ക്രൂശിൽ കിടക്കുക, താനും കിടക്കുക, അപ്പുറത്ത് കൂട്ടുകാരനും കിടക്കുക. ആദ്യം പറഞ്ഞ്, യേശുവേ നീ കുച്ചിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെയും വിടുവിക്കും, നീ പ്രവാചകനല്ലേ. കാര്യങ്ങൾ മറുപടി ഉണ്ടായില്ല. വീണ്ടും മരണസമയത്തോടടുത്തപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ പ്രവാചകനല്ലേ, ഇത്രയായിട്ട് തന്നെ ചാകാൻ പോവാ, ഇനി നിന്റെ ശക്തി വെച്ചോണ്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ, നീ നിന്നെ തന്നെ വിടുവിക്കും, ഞങ്ങളെ വിടുവിക്കും എന്നിറങ്ങിപ്പോ. അപ്പോൾ മറ്റവൻ ദൈവം കണ്ടവൻ്റെ ഉള്ളമുണർന്നു, ശാസിച്ചു, മതി, നിർത്ത്, നീ എന്താ പറഞ്ഞേ? നാം ഈ അനുഭവിക്കുന്ന ശിക്ഷയ്ക്ക് യോഗ്യമായത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവനോ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് രാജ്യത്വം അവനുള്ളതാണ്. തിരിഞ്ഞ്, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണം. വചനം പറയുന്നത് തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് ദൈവം. യേശു പറഞ്ഞു, നീ ഏറ്റു പറഞ്ഞോ, അത് ചെയ്തോ, ഇതോ ഒന്നും പറഞ്ഞില്ല, ജ്ഞാനപ്പെട്ടോ ഇതൊന്നും പറഞ്ഞില്ല, നീ ഇന്ന് എന്നോട് പർദീസയിലിരിക്കും. തക്ക സമയം. ദൈവം കണ്ടവൻ ആയിട്ട് കാര്യമില്ല, ദൈവം കണ്ടവൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം കണ്ടവൻ ജനം ഒരു ദേശത്ത് കൂടുതലുണ്ടായിരിക്കും. ഞങ്ങളൊരു സ്ഥലത്ത് പോയി സുവിശേഷം അതിൽ പറയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. ക്ലാസ് എടുത്തത് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞതാ, എന്നോട് പറഞ്ഞതാ. നീ എന്തായി പറയണത്? ഇതൊന്നും പറയാറ് ഇവിടെ ആയിട്ടില്ല, ഈ കാര്യമൊന്നും ഇവിടെ പറയാറായിട്ടില്ല. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തേണ്ടത് തക്ക സമയത്താണ്. ആ സമയം ഞാൻ പറയും, ആ സമയത്തെ വെളിപ്പെടുത്താവൂ. ഇല്ല എങ്കിൽ കാര്യങ്ങൾ വേറെ നിലയിൽ വരും. അന്ന് ഭയപ്പെട്ട് അവിടുന്ന് പോകുന്നതാ, ഞാൻ പിന്നെ ഇന്നുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച ദേശത്തിനോട് സുവിശേഷം അറിയിച്ച ഒരു കൂട്ടത്തെ വേർതിരിക്കുമ്പോൾ ഒന്നാമത്തത് അവിടെ ദൈവം മുൻകണ്ടിട്ടുള്ളതും ദൈവം തൻ്റെ രാജ്യത്തിന് വേണ്ടി നിയമിച്ചിട്ടുള്ളതുമായ ജനിപ്പിച്ചിട്ടുള്ളതുമായ ജീവിതങ്ങൾ അവിടെ ഉണ്ടാകണം. രണ്ടാമത്തത് അവര് ഈ ലോകത്തിൻ്റെ നമ്മൾ ആ കുരിശിൽ കിടന്ന കള്ളൻ്റെ കാര്യം പറഞ്ഞ പോലെ കളവിലും കവർച്ചയിലും കൂടി എങ്ങനെയും കുറച്ച് പൈസ കൂടെ ഉണ്ടാക്കി അത് ബാങ്കിൽ കൊണ്ടിട്ട് സുഖമായിട്ട് ജീവിക്കണം, ഇനി ഈ ലോകത്ത് കഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നടന്ന് ഇതുകൊണ്ട് പ്രയോജനമില്ല, തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ വഴിയല്ല എന്ന് മനസ്സിലാക്കി ലോകത്തെ ഉപേക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് രക്ഷയ്ക്കായി കാക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്. ആ നിലയിൽ നിൽക്കുന്നവരായിരിക്കണം കർത്താവ് സ്തോത്രം. ആ നിലയിൽ നിൽക്കുന്നവരായിരിക്കണം. ആ നിലയിൽ നിൽക്കുന്നവർ ആ സമയത്ത് വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ, പ്രധാന സ്ഥലത്താണ് സുവിശേഷം അറിയിക്കുമ്പോൾ അവസോകത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് അവൻ അവരുടെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. ആ ദേശത്തോട് ഈ രണ്ട് കാര്യങ്ങൾ ഒരുങ്ങിയിട്ടുള്ളവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ അറിയിക്കുന്ന സുവിശേഷത്തിന് യേശു സാക്ഷി നിന്നിരിക്കണം. കർത്താവ് ലൂദിയ അങ്ങനെയുള്ള ലൂദിയോട് സുവിശേഷം അറിയിച്ചപ്പോൾ ലൂദിയയുടെ ഉള്ളിലേക്ക് വന്ന വചനത്തിന് യേശു സാക്ഷി നിന്നു, ഇത് എൻ്റെ വചനം തന്നെയാണ്. ഈ വചനം കേൾക്കേണ്ടതിന് ലൂദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അപ്പൊ അതിനു മുമ്പ് കർത്താവ് രഹസ്യമായിട്ട് അവളുടെ ഹൃദയത്തെ സന്ദർശിച്ചിട്ടുണ്ട്. കർത്താവ് ഒരു ദേശത്തെ സന്ദർശിച്ച് പരസ്യമായിട്ടല്ല, നഥനയേലിനെ സന്ദർശിച്ചതുപോലെ അത്തിയുടെ ചോട്ടിലും ദാവീദിനെ സന്ദർശിച്ചതുപോലെ തള്ളയാടുകളെ മേയ്ക്കുമ്പോഴും അങ്ങനെ വിവിധ സമയത്ത് കർത്താവ് രഹസ്യത്തിൽ സന്ദർശിച്ച് കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ കിടന്ന് രാവും പോലും കിടന്ന് കഷ്ടപ്പെടുന്നിട്ട് ഒന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നുമല്ല. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിൽക്കലും കർത്താവ് മുട്ടി രഹസ്യത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സമയമായോ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ
അത്താഴം കഴിക്കും. കർത്താവിന് സ്തോത്രം. ഈ സകല മാനവരാശിയുടെയും അടുക്കൽ ചെന്ന് കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക രഹസ്യത്തിൽ. അങ്ങനെ ചെന്നപ്പോഴാണ് ഒരാൾ അത്തിയുടെ ചോട്ടിലിരിക്കുന്നു. അവനെ മുട്ടിയപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ ചിന്താഗതികൾ കപടമില്ലാത്തവൻ. അവൻ വചനം വെളിപ്പെടുത്തേണ്ട സമയമായി. അവന് വചനം ചെല്ലേണ്ട സമയമായി. തക്ക സമയത്ത് വെളിപ്പെടുത്തേണ്ട വചനമാണ്. അവൻ ലോകസ്ഥാനത്തിന് മുമ്പേ ദൈവം കണ്ടിട്ടുള്ളവനാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ളവനാണ്. അവന് വചനം വെളിപ്പെടുത്തേണ്ട സമയമായി. ഇനി അവന് വചനം എത്തിച്ചാൽ മാത്രം മതി. അതിനൊരു കർത്താവിൻ്റെ ദാസനെ കിട്ടണം. അവൻ്റെ ഹൃദയത്തെ തുറക്കാൻ കർത്താവ് തയ്യാറായിട്ട് നിൽക്കുക. അവിടെയാണ് സുവിശേഷം പറയുന്നത്. ദൈവിക വ്യവസ്ഥ പ്രകാരം ഇങ്ങനെ ഒരുവൻ വിശ്വാസത്തിലേക്ക് വന്നാൽ അവനൊരിക്കലും തെറ്റിപ്പോവില്ല. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഭിന്നമായി പോവില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചിന്തിക്കുന്നതിൻ്റെ സാരം, നമ്മൾ ചെന്നാനൻ ദേശത്തിനും കണവാൻ ദേശത്തിനും പള്ളിത്തോർ ദേശത്തിനും അവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു. അവർക്ക് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ഇപ്പോൾ തന്നെ ഒരു വലിയൊരു കൂട്ടം ജനം വിശ്വാസത്തിൽ വന്നവരുണ്ട് താൻ. നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പേരെ, ആ വിശ്വാസത്തിൽ നിന്ന് കിട്ടിയതിന് കുറച്ച് പേരെ എടുത്തിട്ട് പോരാനല്ല. അങ്ങനെയുള്ള ചിന്തയേ ഇല്ല. നമ്മൾ ഈ പറഞ്ഞത് വ്യവസ്ഥ പ്രകാരം ഒന്നാമത്തത് ദൈവത്തിൻ്റെ വചനപ്രകാരം മുൻ നിശ്ചയിക്കപ്പെട്ടവരായിരിക്കണം. രണ്ടാമത്തത് അത് മാത്രം പോരാ, ദൈവത്തിൻ്റെ വചനം രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിലേക്ക് അയക്കാനുള്ള സമയമായിരിക്കണം. മൂന്നാമത്തത് അവിടെ സുവിശേഷം അറിയിക്കാൻ യേശു സാക്ഷി നിന്നിരിക്കണം. നാലാമത്തത് ഈ സുവിശേഷ വചനം, സത്യവചനം വീഴുവാൻ തക്കവണ്ണം ലൂദിയായുടെ ഹൃദയത്തെ തുറന്നവൻ അവിടെ ഹൃദയങ്ങളെ ഒരുക്കി അതിലേക്ക് പ്രവേശിപ്പാൻ ഹൃദയങ്ങളെ തുറന്നിരിക്കണം. ഇത്രയും വ്യവസ്ഥയോടുകൂടി ആ ദേശത്ത് നിന്ന് വേർതിരിയേണ്ട ജനത്തെ വേർതിരിക്കാനാണ് നമ്മളിന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ രഹസ്യ സന്ദർശനം എവിടേക്കാന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് വേറെ സമയങ്ങളിലേക്ക് പോകും. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം നിൽക്കുക. ആദ്യം വിശ്വാസത്തിലേക്ക് വിളിക്കുമ്പോൾ, ആദ്യം ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മൾ പറഞ്ഞപ്പോൾ ഒരാൾ വിശ്വസിച്ച് വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിമാനിക്കേണ്ട. അതിനു മുമ്പ് ദൈവം രഹസ്യമായിട്ട് അവനെ സന്ദർശിച്ച് അവൻ്റെ ഹൃദയവുമായിട്ട് സംസാരിച്ച് അവന് വചനം കേൾക്കേണ്ട സമയമായെന്ന് കർത്താവ് നിശ്ചയിച്ച് മുഖാന്തരം ഒരുക്കിയത് മാത്രമാണിത്. അങ്ങനെ മുഖാന്തരം ഒരുക്കി തക്ക സമയത്ത് വചനത്തെ വെളിപ്പെടുത്തി കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിഞ്ഞ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടം വരില്ല എന്നായി പറഞ്ഞതിനർത്ഥം. അവരെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഇന്ന് നമ്മളവിടെ കാണുന്നത് പോലെ ഇന്ന് അവിടെ ACP വിട്ട് ഇപ്പോഴത്തെ UPC വിട്ട് JNPC വിട്ട് EOC പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഒരൊറ്റ മനുഷ്യന്റെ ഹൃദയത്തിൽ അടിസ്ഥാനം വീണ് അടിസ്ഥാനത്തിന്മേൽ കല്ലുകൾ വെച്ച് അതിന് മേളിലേക്ക് പണിത ജീവിതങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദാസന്മാരിൽ വരെ നമ്മൾ പലപ്പോഴും കാണുന്നില്ല. അനുഭവമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ഉദ്ദേശം അതല്ല. എവിടെന്നെങ്കിലും ആരെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് പോന്ന് നമുക്ക് ആളെ കൂട്ടുക എന്നുള്ളതല്ല. ദൈവം മുമ്പ് പറഞ്ഞതുപോലെ ദൈവം രഹസ്യ സന്ദർശനം അയച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട് ഈ അന്ത്യകാലത്ത് രഹസ്യമായി സന്ദർശിച്ച് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരാക്കുന്ന വചനത്തെ രൂപപ്പെടുത്തുവാൻ സമയമായെന്നറിഞ്ഞ് ആ വചനം കർത്താദാസന്മാരിൽ കൂടി അറിയിച്ച് തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന ദൈവം ആ വചനത്തിന് സാക്ഷി നിന്ന് ആ ഹൃദയത്തെ തുറന്ന് അതിലേക്ക് വചനം പ്രവേശിപ്പിച്ച് രക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് അത് എന്നേക്കും നിധിയായിരിക്കും, സമ്പത്തായിരിക്കും. അങ്ങനെയുള്ള ജീവിതങ്ങളെ ആ ദേശത്തു നിന്ന് വേർതിരിപ്പാൻ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വെറുതെ നടക്കില്ല. വെറുതെ ചവറ് പോലെ സുവിശേഷം അറിയിച്ച് ആളുകളെ കൊണ്ടുവരുന്ന കാര്യമല്ല. അങ്ങനെയുള്ള അത് മേലെ തന്നെയാണ് അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരാളെ കിട്ടണം. ഏത് കാര്യത്തിൽ? തീമോഥെയോസിന് ലേഖനം എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി അവൻ്റെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്
ഞാൻ സകലതും സഹിക്കും. അതിന് സഹിക്കാതെ പറ്റില്ല. യൂദയിൽ ഈ വചനം എത്തിക്കാൻ വലിയ പ്രയാസമില്ല. ഈ വചനം യൂദയുടെ കയ്യിൽ കൊണ്ടുപോയി എത്തിക്കാൻ ഒരു പ്രയാസമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ജാടയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ യൂദ പെട്ടെന്ന് വരും വിശ്വാസം. പക്ഷെ ഇത് പൗലോസിന്റെ കയ്യിൽ എത്തിക്കാനോ പത്രോസിന്റെ കയ്യിൽ എത്തിക്കാനോ അവരുടെ ഉള്ളിൽ ഈ സുവിശേഷം എത്തിക്കാൻ, അതായത് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടി കിട്ടും. വെറും വാക്കല്ല, ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി അവരുടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിനെ, വൃതന്മാർക്ക് തേജസ്സോടുകൂടി കിട്ടണേ. ഞാൻ സകലതും സഹിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ സഭ സഹിച്ചേ വരും. ആ സഹനമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ജാഗരിക്കുന്നത്. അതിനുവേണ്ടി നാം ഉപവസിക്കും, അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കും. കാരണം ഒരു കാര്യം നിശ്ചയമാണ്, ആ ദേശത്ത് കർത്താവിന്റെ വൃതന്മാരുണ്ട്. അവർക്ക് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടി കിട്ടാൻ ഞാൻ സഹിച്ചേ പറ്റൂ. നാളെ എനിക്ക് ആ കതിര് കാണാം. ഇന്ന് ഞാൻ സഹിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജാഗരിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നാളെ കർത്താവിന്റെ സന്നിധിയിൽ കതിര് കാണുമ്പോൾ എൻ്റെ അധ്വാനം അവിടെ വെളിപ്പെടും, എൻ്റെ സഹനം അവിടെ വെളിപ്പെടും. അതുകൊണ്ട് വചനം പറയുകയാണ്, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇന്ന് അതിനുവേണ്ടി സഹിക്കുന്നുവെങ്കിൽ, ഏതിനുവേണ്ടി? ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടി അവൻ്റെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് വേണ്ടി സഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ നിശ്ചയമായിട്ട് ഓർത്തോ, ഒരു വൃതനെ അവൻ്റെ സന്നിധിയിൽ എത്തിക്കുക. ഒരു വൃതനെ കഷ്ടപ്പെട്ട് സഹിച്ച് അവൻ്റെ സന്നിധിയിൽ കൊണ്ട് എത്തിക്കുക, അവൻ്റെ സഭയെ കൊണ്ട് എത്തിക്കുക. നാളെ നീ അവൻ്റെ കൂടെ വാഴും. നാളെ നീ ക്രിസ്തുവിൻ്റെ കൂടെ വാഴും. കാരണം ക്രിസ്തു പറയും, ദാ എത്ര വൃതന്മാരെ ഇവൻ എൻ്റെ അടുക്കൽ എത്തിച്ചതാണെന്ന് അറിയാമോ? അവൻ എൻ്റെ കൂടെ വാഴട്ടെ, അവൻ ആശ്വസിക്കട്ടെ. അവൻ ഒരുപാട് സഹിച്ചതാണ്, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് വൃഥാവായി പോകാതിരിക്കട്ടെ. നമ്മുടെ കഷ്ടത നാളെ പ്രതിഫലത്തിലേക്ക് വരട്ടെ. കർത്താവിന് സ്തോത്രം. അങ്ങനെ കർത്താവിനോട് കൂടെ സഹിച്ചവർ വാഴുന്ന കൂട്ടത്തിൽ ഞാൻ സഹിച്ചവനാണ്, ഞാൻ ഇന്ന് കർത്താവിനോട് ആശ്വസിക്കുന്നു എന്ന് നമുക്ക് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെയും സുവിശേഷത്തെയും ഈ പ്രാർത്ഥനയെയും ആ ദേശത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹൃദയവാഞ്ചിയെയും ദൈവം മാനിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മുടങ്ങാതെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മെ കർത്താവ് അവിടെ അയച്ചുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശം അവിടെ ഉണ്ട്. ആ ഉദ്ദേശം നിവൃത്തിയായിട്ടല്ലാതെ മടങ്ങരുത്. കർത്താവിൻ്റെ നാമത്തിൽ ആ ഉദ്ദേശം പൂർത്തിയാക്കി തന്നെ മടങ്ങണം. കാരണം പിടിച്ച മീൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട് കർത്താവേ, 1-2 വൃതന്മാരുണ്ട്. ഞങ്ങൾ പോയി ചില നാളിവിടെ വേല ചെയ്തല്ലോ, ഉണ്ട്. അപ്പോൾ പിടിച്ചതുണ്ട്, 1-2 വൃതന്മാരുണ്ട്. ഞാൻ സഹിച്ചതാണ്. ആ വൃതന്മാരെ എൻ്റെ സഭയിലേക്ക് ചേർത്തിട്ടുണ്ട്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുമെന്ന് അവിടുത്തെ വചനത്തിലുണ്ട്. ഞാൻ കർത്താവിനോട് വാഴട്ടെ. നമുക്ക് കർത്താവിനോട് വാഴുവാൻ ദൈവം നമുക്ക് സഹായം നൽകുമാറാകട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്നും വിശ്വസ്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാഥ, ഞങ്ങളൊരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചെല്ലാന ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. തോപ്പുടി ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവെ, ഇനിയും ആ ദേശത്ത് നിന്ന് ഒരു കൂട്ടം ജനം വേർതിരിയാനുണ്ട്. കർത്താവെ, ദൈവം കണ്ടിട്ടുള്ള ഒരു ധാരാളം കൂട്ടം അവിടെ ഉണ്ട്. എന്നാൽ അതിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തും. തക്ക സമയത്താണ് വചനത്തെ വെളിപ്പെടുത്തുന്ന ദൈവമേ, ഹൃദയങ്ങളെ സന്ദർശിച്ച്, കർത്താവെ നഥനയേലിനെ സന്ദർശിച്ചതുപോലെ നിഷ്കളങ്കതയെ സന്ദർശിച്ച്, കപടമില്ലാത്ത ഹൃദയത്തെ സന്ദർശിച്ച് തക്ക സമയത്ത് വചനത്തെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവെ, ആ വചനത്തിന്, അയക്കുന്ന വചനത്തിന് കർത്താവ് സാക്ഷ്യം തന്നു. അയക്കുന്ന വചനം പ്രവേശിപ്പാൻ ഹൃദയത്തെ കർത്താവ് തുറന്നു. കർത്താവെ, കർത്താവിൻ്റെ വൃതന്മാരെ ഒരു കുളം പോലും ശേഷിക്കാതെ ഇന്ത്യാജ്യസ്ഥിതി ബന്ധ സഭയിലേക്ക് കർത്താവ് കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ഭവനമായി ദൈവസഭ മുമ്പോട്ട് പോകാൻ ഇടവന്മാരാകട്ടെ. കർത്താവ്, യഹോഭക്തന്മാർ ചെറിയവരും വലിയവരുമുണ്ട്. അവരെയൊക്കെയും കർത്താവെ, ദൈവത്തിന്റെ സഭ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം
ഈ നാളുകളിൽ ദൈവസഭയെ സന്ദർശിക്കണം, സഭയെ വിശാലമാക്കണം, ദേശത്തെ സന്ദർശിക്കണം, അന്ധകാരത്തെ നീക്കണം, അന്ധകാര കോട്ടകളെ തകർക്കണം. താൻ ബലമുള്ള കരം ദേശത്തോട് ഇടപെടുവാനാകണം. ഒരു മുഖത്തോട് പോരാകട്ടെ. കാത്തോളം അനുഗ്രഹിക്കണമേ. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ നാഥാ, കർത്താവേ ദൈവമേ, തോമ്പിൽ സഭയ്ക്ക് വേണ്ടി ചെല്ലാൻ സഭയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിപ്പാടയായി തന്നല്ലോ കർത്താവേ.